എൻ്റെ പേര് ആഷ്ന ഏഞ്ചൽ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര് വിശുദ്ധ ദേവസഹായം തിരുവചന സാക്ഷിയായ രക്തസാക്ഷി എന്നാണ്. അക്ഷര പഠനത്തിൻ്റെയും ആയോധന കലയുടെയും പരിശീലന വേദിയാണ് കളരിത്തട്ടുകൾ. വടക്കൻ പാട്ട് കഥകളെ ആസ്പദമാക്കിയുള്ള സിനിമകളിൽ ഇത്തരം കളരിത്തട്ടുകളെ അങ്കത്തട്ടുകളെന്നും വിളിക്കാറുണ്ട്. ശത്രുവിനെ ശാരീരിക ബലം കൊണ്ട് കീഴ്പ്പെടുത്താൻ അന്നത്തെ യുവാക്കൾക്ക് ആയോധന മുറകളും പരിശീലിക്കേണ്ടിയിരുന്നു. നീലകണ്ഠൻ എന്നു പേരുള്ള യുവാവും ഈ നാട്ടുനടപ്പനുസരിച്ച് കളരിത്തട്ടുകളിൽ പരിശീലനം തുടങ്ങി. അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നതിനോടൊപ്പം ആയോധന മുറകളും ആ കൗമാരപ്രായക്കാരൻ പരിശീലിക്കാൻ തുടങ്ങി. കേരളയിലെ ആദ്യത്തെ രക്തസാക്ഷിയും അൽമായ വിശുദ്ധനുമായ ദേവസഹായം എന്ന പേര് സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി മാറിയ നീലകണ്ഠൻ പിള്ള ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിലായിരുന്നു. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നട്ടാലാം ദേശത്ത് മരുത്തം കുളങ്കര എന്ന നായർ തറവാട്ടിൽ 1712 ഏപ്രിൽ 23 നീലകണ്ഠൻ ജനിച്ചു. ബ്രാഹ്മണനായ വാസുദേവൻ നമ്പൂതിരിയായിരുന്നു നീലകണ്ഠൻ്റെ പിതാവ്. നട്ടാലാം ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു വാസുദേവൻ നമ്പൂതിരി. നീലകണ്ഠൻ്റെ അമ്മയാകട്ടെ നായർ കുലത്തിൽപ്പെട്ട ദേവകി അമ്മയും ആയിരുന്നു. നീലം എന്നായിരുന്നു അവൻ്റെ ആദ്യത്തെ വിളിപ്പേര്. പിന്നീട് നീലകണ്ഠൻ എന്നായി. രാജകൊട്ടാരത്തിലെ വലിയ ഉദ്യോഗസ്ഥനൊക്കെയായി നീലകണ്ഠൻ മാറിയപ്പോൾ ജനങ്ങൾ ബഹുമാനത്തോടെ പിള്ള എന്നുകൂടി പേരിനൊപ്പം ചേർത്ത് നീലകണ്ഠൻ പിള്ള എന്ന് വിളിക്കാൻ തുടങ്ങി. നീലകണ്ഠൻ പിള്ളയുടെ ബാല്യകാലത്ത് ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കുമൊഴികെ മറ്റാർക്കും പഠിക്കുവാൻ അനുവാദമുണ്ടായിരുന്നില്ല. അന്ന് ലഭ്യമായിരുന്നതിൽ വച്ച് ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസമാണ് നീലകണ്ഠൻ പിള്ളയ്ക്ക് ലഭിച്ചത്. ഇളയ രാജാക്കന്മാരും ഉയർന്ന കുലജാതരും പഠിച്ചിരുന്ന കലാശയിലാണ് നീലകണ്ഠൻ പിള്ളയും പഠിച്ചത്. ചാന്ദ് തിരുക്കരകര കണ്ട മുത്തപ്പർ എന്ന പേരുകേട്ട ആശാന്റെ കളരിപ്പള്ളിക്കൂടത്തിലായിരുന്നു നീലകണ്ഠൻ പിള്ളയുടെ ആദ്യകാല വിദ്യാഭ്യാസം. ചാന്ദ് തിരുക്കരകര കണ്ട മുത്തപ്പർ എന്ന പേരിനു പിന്നിൽ ഒരു ഐതിഹാസമുണ്ട്. തിരുവിതാംകോട്ട് കത്തോലിക്ക സമൂഹത്തിലെ ക്ഷത്രിയ കുലത്തിൽ പെട്ടയാളായിരുന്നു മുത്തപ്പർ.